+1 അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ ഒരു പ്രോബ്ലമാണ് ചെയ്യണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രോബ്ലം ഒന്ന് വായിക്കാം. ദ ഫോളോവിങ് ഈസ് എ ട്രയൽ ബാലൻസ് ഓഫ് എ സോൾ ട്രേഡർ ആസ് ഓൺ 31st March 2014. ഒരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സെയിൽസ് 1,20,000, പർച്ചേസ് 82,000, കസ്റ്റം ഡ്യൂട്ടി 8,000, റോയൽറ്റി 5,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000, അക്കൗണ്ട് റിസീവബിൾ 22,000, അക്കൗണ്ട് പേയബിൾ 11,000, ബിൽ റിസീവബിൾ 10,000, ബിൽസ് പേയബിൾ 8,000, ബാഡ് ഡെപ്റ്റ് 2,000, കേരേജ് ഇൻവാർഡ് 1,000, ടെലിഫോൺ ചാർജസ് 2,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 500, ഇൻവെസ്റ്റ്മെൻറ്റ് 6,000, ഇൻട്രസ്റ്റ് 800, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 40,000, റെൻറ്റ് 3,200, ഇൻകം ടാക്സ് പെയ്ഡ് 3,000, ക്യാഷ് 1,500, ഫർണിച്ചർ 5,000, ക്യാപിറ്റൽ 57,000. ഓക്കെ, അങ്ങനെ അതിൻ്റെ ടോട്ടൽ 2 ലക്ഷമാണ്. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ₹22,000 ആൻഡ് കാരേജ് ഓൺ പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട്സ് ടു ₹300, ഇൻട്രസ്റ്റ് റിസീവബിൾ അമൗണ്ട്സ് ടു 2,000, റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അമൗണ്ട്സ് ടു 2,000 അല്ലാട്ടോ, ഇൻട്രസ്റ്റ് റിസീവബിൾ എമൗണ്ട് ടു 200 ആണ്, റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അമൗണ്ട്സ് ടു 400, ഡിപ്രീസിയേഷൻ അറ്റ് 10% ഈസ് റിക്വയർഡ് ഫോർ ഓൺ ഫർണിച്ചർ. അപ്പോൾ ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കണം. അതെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ ചെറുതായിട്ടൊരു പേപ്പറിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും എഴുതി വെച്ചിട്ടുണ്ട്, കോളം വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് വൈസാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കി വെക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അറിയാൻ എന്താ ചെയ്യാന്നുള്ളത്. കേരേജ് ഓൺ പർച്ചേസ് പറയുന്നത് എന്താണ്? കേരേജ് ഓൺ പർച്ചേസ് പറയുന്നത് കേരേജ് ഇൻവാർഡാണ്. കേരേജ് ഇൻവാർഡാണ്. അതെന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ? അപ്പോൾ കേരേജ് ഇൻവാർഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരേജ് ഇൻവാർഡ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. അവിടെ എത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, പിന്നുള്ളത് ഇൻട്രസ്റ്റ് റിസീവബിൾ എമൗണ്ട്സ് ടു 200. ഇൻട്രസ്റ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാനിവിടെ ഇൻട്രസ്റ്റിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, പിന്നെ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, റെൻറ്റിനും ഉണ്ട്. റെൻറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. റെൻറ്റിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഡിപ്രീസിയേഷൻ റിക്വയർഡ് ഫോർ ഫർണിച്ചർ, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫർണിച്ചർ അവിടെ കാണും. ഫർണിച്ചർ അവിടെ പോയി. ഫർണിച്ചർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ഫർണിച്ചർ കാണാനല്ലോ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കിട്ടി, ഫർണിച്ചറിന് കിട്ടി. യെസ്, അതിനും എന്താണ്? ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ, ശരി. നമുക്ക് ഇവിടെയുള്ള ഐറ്റംസ് അതേ ഓർഡറിൽ എടുക്കുക. ഫസ്റ്റ് സെയിലാണല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഐറ്റം സെയിലാണ്. അപ്പോൾ സെയിൽ എവിടെ വരിക? അതെ, ട്രേഡിങ്ങിൻ്റെ ഇവിടെ സെയിൽ എന്ന് എഴുതാം. സെയിലിന് റിട്ടേൺ ഇല്ലല്ലോ, റിട്ടേൺ എവിടെയും കാണുന്നില്ല. അപ്പം സെയിൽ നേരിട്ട് എഴുതാം. 82,000 1,20,000, 1,20,000 സെയിൽ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞു. ഞാൻ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. പർച്ചേസും കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് എഴുതുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഏതൊരു സ്ഥലം വിട്ടിട്ട് പർച്ചേസ്, ഞാൻ സെയിലിന് എഴുതാൻ പോയിട്ടാണ്. പർച്ചേസ് റിട്ടേണില്ലല്ലോ. അപ്പോൾ നേരിട്ട് നമുക്ക് 82,000 എഴുതാം. ഓക്കെ, പർച്ചേസ് കിട്ടും. കസ്റ്റം ഡ്യൂട്ടി എന്താ? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ? നമുക്ക് കസ്റ്റം ഡ്യൂട്ടി എന്ന് എഴുതാം. എത്ര? 8,000. യെസ്. അടുത്ത റോയൽറ്റി ആണ്. റോയൽറ്റിയും എന്ത് തന്നെയാണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റോയൽറ്റി എത്രയാണ്? 5,000. പിന്നെയോ ഓപ്പണിംഗ് സ്റ്റോക്ക് 12,000. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എമൗണ്ട് കൂടെ എഴുതാം. 12,000. അപ്പോൾ എന്തൊക്കെ എടുത്തു? ഞാൻ ഇതെല്ലാം എടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് വരെ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ട് റിസീവബിൾ. എന്താണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൽ വരുന്നത്. ഞാൻ ഫിക്സഡ് അസറ്റ് എന്നൂടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് കുറച്ച് ഐറ്റംസ് എഴുതാം. എത്ര ഐറ്റംസ് വരുന്നതെന്ന് അറിയില്ല. തോന്നുന്നു ഒരു ഫർണിച്ചറും പിന്നെന്താ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഒക്കെ ഇതിൽ കാണാനുള്ളൂ. അപ്പോൾ 2 ഐറ്റംസ് ഉണ്ടാവുള്ളൂ. എൻ്റെ ഡിപ്രീസിയേഷനും കൂടി എഴുതണ്ടേ. അപ്പോൾ എത്രയും സമയം ഞാൻ ജസ്റ്റ് വിട്ടിട്ടുണ്ട്. ഞാനിവിടെ കറണ്ട് അസറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് റിസീവബിൾ
അക്കൗണ്ട് റിസീവബിൾ എമൗണ്ട് എത്ര? 22,000. ഓക്കെ, ഈ അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞാൽ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അക്കൗണ്ട് പേബിൾ പറഞ്ഞാൽ എന്താ? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അതിൻ്റെ വേറെ പേരാണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് എന്താ? അക്കൗണ്ട് റിസീവബിൾ കഴിഞ്ഞാൽ അക്കൗണ്ട് പേയബിൾ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിക്ക് താഴെ അക്കൗണ്ട് പേയബിളിന് എഴുതിക്കുക. എമൗണ്ട് എത്രയാണ്? അക്കൗണ്ട് പേയബിളിൻ്റെ എമൗണ്ട് 11,000. ഓക്കെ, ഇനിയോ ബിൽ റിസീവബിൾ. ബിൽ റിസീവബിൾ എന്താ? കറണ്ട് അസറ്റ് തന്നെയാണ്. അപ്പോൾ ബിൽസ് അതിനൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ നേരിട്ട് ജസ്റ്റ് എഴുതാം ബിൽ റിസീവബിൾ. ഇവിടെ നോക്കൂ, ഇവിടെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എന്ത് അറിയണം? ഓരോ ഐറ്റം എവിടെ വരുന്ന അറിയണം, പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ അറിയണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിൽ റിസീവബിൾ എത്രയാണ്? 10,000 ആണ്. ബിൽ റിസീവബിൾ 10,000. അപ്പോൾ അതെടുത്തു. അടുത്തായിട്ട് എന്താ? ബിൽ പേയബിൾ. അതെവിടെ വരും? ഇവിടെ കറണ്ട് ലയബിലിറ്റി ബിൽ പേയബിൾ. ബിൽ പേയബിൾ എമൗണ്ട് എത്രയാണ്? ബിൽ പേയബിളിൻ്റെ എമൗണ്ട് 8,000 റൈറ്റ്. ഓക്കെ, 8,000. യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്താ? ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആയിട്ടൊന്നുമല്ല, അതെന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം? ബാഡ് ഡെപ്റ്റ്. എത്ര എമൗണ്ട്? എത്ര? 2,000. ബാഡ് ഡെപ്റ്റിന് അഡ്ജസ്റ്റ് ഒന്നുമില്ല, നേരിട്ട് 2,000 എഴുതാം. അടുത്ത കേരേജ് ഇൻവാർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? ആ കേരേജ് ഇൻവാർഡ് എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം കേരേജ് ഇൻവാർഡ്. ഓക്കെ, എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേരേജ് ഓൺ പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 300. ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എത്ര? കേരേജ് ഇൻവാർഡ് പറഞ്ഞിട്ട് 1000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 1000 എഴുതാം. ഇവിടെ സ്ഥലമില്ല കേട്ടോ, ഉള്ള സ്ഥലത്ത് എഴുതാം നമുക്ക്. ഓക്കെ, 1000 എഴുതാം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. എത്ര? ഔട്ട്സ്റ്റാൻഡിങ് 300 അല്ലേ? പുറത്തേക്ക് എത്ര എഴുതാം? 1300 എഴുതാം. ഇനി ഈ 300 എവിടെ എഴുതണം? ഈ ഔട്ട്സ്റ്റാൻഡിൻ്റെ എവിടെ എഴുതണം? ഒപ്പം തന്നെ എന്ത് ചെയ്യുക? കയ്യോടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കേരേജ് ഇൻവാർഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഫുൾ എഴുതണം കേട്ടോ. ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. 300 എഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐറ്റം നമ്മൾ എടുത്തു, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അതോടുകൂടി തീർത്തു. ഓക്കെ, ഇനി എന്താ? ഇനി അടുത്തത് ടെലിഫോൺ ചാർജാണ്. ടെലിഫോൺ ചാർജിന് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ടെലിഫോൺ ചാർജ് ആയിട്ട് വരും ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ? ടെലിഫോൺ ചാർജ് എത്രയാണ്? 2,000. 2,000 ആണോ? അതല്ലേ? ഓക്കെ, ഫൈൻ. പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അതിനൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പ്രിൻറ്റിങ് ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആട്ടോ, അറിയാമല്ലോ, ഞാൻ പ്രത്യേകം പറയണില്ല. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അറിയാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ട, അല്ലെ രണ്ടാമത്തെ വീഡിയോയിലാണ് ഞാൻ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 500. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? അസറ്റാണ് അല്ലേ? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 6,000 രൂപയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 6,000. ഓക്കെ, അടുത്ത ഇൻട്രസ്റ്റ് നോക്കിയേ, കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് കണ്ടിട്ട്, ക്രെഡിറ്റിലെ എമൗണ്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുകയാണ്, ഡെബിറ്റിൽ എന്തൊക്കെയാണ് വരിക? അസറ്റുകളും എക്സ്പെൻസുകളാണ് ടിവിയുടെ ഡെബിറ്റിൽ കാണുക. ക്രെഡിറ്റിൽ എന്താ കാണുക? ഇൻകവും ക്യാപിറ്റലാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് 800 ഇവിടെ ക്രെഡിറ്റിലാണ് കാണാനുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അതിലെന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. എന്താണത്? ഇൻട്രസ്റ്റ് റിസീവബിൾ അല്ലേ? എമൗണ്ട് ടു 200 കൂടിയും കിട്ടാണ്ട്. ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? ഇൻട്രസ്റ്റ് എത്ര ഉണ്ട്? ഇൻട്രസ്റ്റ് 800 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 200 കൂടി. അപ്പോൾ ഇവിടെ എഴുതാം. ഇവിടെ പി ആൻഡ് എല്ലിൻ്റെ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകാണല്ലോ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എമൗണ്ട് 800 പ്ലസ് എന്താ? എക്രൂഡ് അല്ലേ? എക്രൂഡ് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സാധനം അല്ലെ? കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എക്രൂഡ് ഇൻകം. ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എക്രൂഡ് ഇൻകം എത്രയാണ്? എക്രൂഡ് ഇൻട്രസ്റ്റ് എത്രയാണ്? എമൗണ്ട് എത്രയാണ്? 200. അപ്പോൾ പുറത്തോട്ട് എത്ര എഴുതാം? 1000 എഴുതാം അല്ലേ? ശരി, ഇനി നമുക്കിത് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണ്ടേ? ഇത് എവിടെ എഴുതും? അസറ്റ് സൈഡിലോ ലയബിലിറ്റി സൈഡിൽ എഴുതുക? ഇവിടെ എഴുതണം. അക്രൂഡ് ഇൻകം എവിടെ എഴുതേണ്ടത്? ഈ എമൗണ്ട് ഏത് എമൗണ്ട്? ഇവിടെ ഏത് എമൗണ്ട് ഉണ്ടല്ലോ, അത് എവിടെ എഴുതണം? അസറ്റ് സൈഡിൽ എഴുതണം. അക്രൂഡ്
ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് നമ്മൾ എത്ര ചെയ്തത് 200. ഓക്കെ, അക്കൗണ്ട് ഇൻട്രസ്റ്റ് 200 എഴുതി. അപ്പോൾ അതും കഴിഞ്ഞു. ടെലിഫോൺ ചാർജ് കഴിഞ്ഞു, പ്രിൻറ്റിങ് കഴിഞ്ഞു, ഇൻവെസ്റ്റ് ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4 ലക്ഷം അല്ല 4 ലക്ഷം അല്ല 40,000. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എവിടെ ഇതാ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് അയ്യോ ഞാനത് ഫിക്സഡ് അസറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇതല്ലേ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര 40,000. ഓക്കെ, ഇനി അടുത്ത എന്താ റെൻ്റാണ്. റെൻറ്റിന് എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് നോക്കി റെൻ്റ് എന്താ എക്സ്പെൻസ് ആണോ ഇൻകാണോ, കൊടുത്ത റെൻ്റാ കിട്ടിയ റെൻ്റാ? കിട്ടിയ റെൻ്റാണ്, ക്രെഡിറ്റിലെ എമൗണ്ട് ആയതുകൊണ്ട്. എന്താണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്? റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കണ്ടോ, റെൻ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എമൗണ്ട് 400 രൂപയിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ റെൻ്റ് എവിടെ എഴുതുക? ഇതാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ റെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? റെൻറ്റിൻ്റെ എമൗണ്ട് 3200 അല്ലേ? യെസ്, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാണ് എമൗണ്ട്? എത്ര കിട്ടിയിട്ടുണ്ട്? റിസീവ്ഡ് അഡ്വാൻസ് കുറയ്ക്കാമെന്ന് നമുക്കറിയാം അല്ലേ? 400 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 2800 പുറത്തേക്ക് എഴുതുക. ഈ 400 എവിടെ എഴുതണം? ഈ 400 മുൻകൂട്ടി കിട്ടിയതല്ലേ, അപ്പോൾ നമ്മുടെ ബാധ്യത അല്ലേ? ഓക്കെ, അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞിട്ട് എത്ര എഴുതണം? 400 എഴുതി. ഓക്കെ, യെസ്. ഇനി ഡിപ്രീസിയേഷൻ നോക്കൂ. ഡിപ്രീസിയേഷൻ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടാ. ഇവിടെ ഡിപ്രീസിയേഷൻ 10% ഇസ് റിക്വയർഡ്. അല്ല സോറി, നമ്മൾ ഈ ഓർഡറിലാണ് എഴുതുന്നത്. ഓക്കെ, ഈ രാത്രി വീഡിയോ എടുക്കുന്ന കാരണം ഉറക്കപ്പിച്ചിൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. എന്താണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുത്തു, റെൻ്റ് എടുത്തു അല്ലേ? ഇൻകം ടാക്സ് പെയ്ഡ് അതെവിടെയാണ്? ഇൻകം ടാക്സ് പെയ്ഡ് ഇതാണേ, ഇൻകം ടാക്സ് പെയ്ഡ് 3000 ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? ഓക്കെ, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അടുത്ത ക്യാഷ്. അടുത്തായിട്ട് എന്താ? ക്യാഷ് ഇവിടെ ക്യാഷ് ഇവിടെ അസറ്റാണ് അല്ലേ? ക്യാഷ് എമൗണ്ട് എത്രയാണ്? ക്യാഷിൻ്റെ എമൗണ്ട് 1500. ഓക്കെ, അടുത്ത് ഫർണിച്ചർ ഇതാ ഇവിടെ എഴുതാം. ഫർണിച്ചറിന് എന്തോ ഉണ്ടല്ലോ, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫർണിച്ചറിന് എഴുതാം. ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 5000 ആണ്. അതിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണ്ടേ? ലെസ് ഡിപ്രീസിയേഷൻ 10% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 രൂപ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 4500 വരും. അപ്പോൾ ഈ 500 എവിടെ എഴുതണം? ഈ 500 നമുക്ക് ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതുക. ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതുക. ഡിപ്രീസിയേഷൻ 500 എഴുതി. ഓക്കെ, ഇനി എന്താ? ഫർണിച്ചർ കഴിഞ്ഞു. ക്യാപിറ്റൽ എവിടെ എഴുതണം? ക്യാപിറ്റൽ ഇവിടെ എഴുതണം. ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? 57000. 57000. അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കാനൊന്നുമില്ല. ഇനി നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യും കുറയ്ക്കുകയും ചെയ്യണം. അത് നമുക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇത്രയും ഐറ്റംസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാം എന്ത് ചെയ്തു? നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു, എല്ലാ ഐറ്റം എടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്കിത് ബാലൻസ് ചെയ്യാം ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ട്രേഡിങ്ങിൻ്റെ പാർട്ട് നോക്കാം. രണ്ട് സൈഡും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് എടുക്കണം. അതെത്തില്ല, ഇതെല്ലാവരും മറന്നു പോകുന്ന കേട്ടോ. ഞാനിപ്പോൾ മറന്ന പോലെ എല്ലാവരും മറക്കും ക്ലോസിങ് സ്റ്റോക്ക് എടുക്കാൻ. ഇപ്പോൾ ഇവിടെ എടുത്താലും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഈ സെയിലിൻ്റെ താഴെ ക്രെഡിറ്റ് സെയിൽ ചെയ്താലും നമ്മൾ ഇവിടെ എടുക്കാൻ മറക്കും, ചിലപ്പോൾ ഇവിടെ എടുക്കാൻ മറക്കും. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിങ് സ്റ്റോക്ക് 22000. ഓക്കെ, ക്ലോസിങ് സ്റ്റോക്ക് 22000. അത് എവിടെ എഴുതണം? ബാലൻസ് ഷീറ്റിൽ എഴുതണ്ടേ? വേണം. ക്ലോസിങ് സ്റ്റോക്ക് 22000 എഴുതി. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു, എല്ലാ ഐറ്റംസും എടുത്തു. ഒന്നും ടിക്ക് വരണ്ടോന്നിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും നോക്കാം. ഇവിടെ എത്ര വരിക? കാൽക്കുലേറ്റർ എടുക്കുക. എന്ത് ചെയ്യുക? 1,20,000 പ്ലസ് 22,000 എത്രയാണ്? ഇവിടെ വരുന്നത് ഞാൻ ജസ്റ്റ് റെഫറിലൂടെ ചെയ്തിട്ടുണ്ട്. 1,42,000 വരുന്നത്. ഈ സൈഡ് ജസ്റ്റ് നോക്കാം. ഈ സൈഡിൽ നിന്ന് വരും 12,000 പ്ലസ് 82,000 പ്ലസ് 8,000 പ്ലസ് 5,000
പ്ലസ് 1300, അയ്യോ 13,000 അടിച്ചു ഞാൻ, 1300 പ്ലസ് 5000 പ്ലസ് 8000 പ്ലസ് 8220 പ്ലസ് 12,000 എത്ര വന്ന് 1,08,300 വരിക. ഡിഫറൻസ് എത്ര വരും? മൈനസ് 142,100. അപ്പോൾ എത്ര വരും? 33,700. ഓക്കെ, നമുക്ക് ജി പി എത്ര കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 33,700 ഗ്രോസ് പ്രോഫിറ്റ് വരിക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് കാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് P by D എത്രയാണ്? 33,700. ഓക്കെ, യെസ്, 33,700 ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെയും ബാലൻസ് ചെയ്യണ്ടേ? ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ 33,700 പ്ലസ് 1000 പ്ലസ് 2,800. ഇപ്പോൾ എത്ര വരും? ഇവിടെ ബാലൻസ് 37,500 ഇവിടെ ബാലൻസ് ഇവിടെ നോക്കാം. 2000 പ്ലസ് വീണ്ടും 2000 പ്ലസ് പിന്നെ ഒരു 500 പ്ലസ് 3,500. ഇപ്പോൾ എത്ര വന്നു? 8,000. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ 37,500 വന്നു, ഇവിടെ 8,000 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 29,500 ആണെന്ന് വരിക. ബാലൻസ് വരിക. അതാണ് നമ്മുടെ എന്ത്? നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് ടോട്ടലോട് 37,500, ഇവിടെ 37,500. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആരുടെ കൂടെ ആഡ് ചെയ്യണം? ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്താലും മതി. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 29,500. ഇത്ര ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? ഇപ്പോൾ ഇവിടെ ടോട്ടൽ വരിക 57,000, 29,500, 11,000, 8,300, 400. അപ്പോൾ എത്ര ടോട്ടൽ വരും? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1,06,200 ഇവിടെ ടോട്ടൽ വരും. ഇതേ എമൗണ്ട് എവിടെയും വരണം? അസറ്റ് സൈഡിലും വരണം അല്ലേ? എമൗണ്ട് എല്ലാം കറക്റ്റ് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട്. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അക്കൗണ്ട് റിസീവബിൾ കൂടെ ഉണ്ടായിരുന്നത് അക്കൗണ്ട് റിസീവബിൾ 22,000 ഞാനിവിടെ 22,000 ആണ്. ഓക്കെ, 22,000. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യാം. എത്ര വരും? 40,000 പ്ലസ് 4,500 പ്ലസ് 6,000 പ്ലസ് 22,000 പ്ലസ് 10,000 പ്ലസ് 200 പ്ലസ് 1,500 പ്ലസ് 22,000. യെസ്, ഗുഡ്. എത്ര വന്ന്? 1,06,200. രണ്ട് സൈഡും ഈക്വലായി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ആൻസർ. ഓക്കെ, താങ്ക് യു.